ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നപ്പം അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് പങ്കുവെക്കാന്ന് കരുതി. എന്താ വെച്ചാല്, കർത്താവേ എങ്ങോട്ടാ മുത്തേ പോണേ? എന്താ വെച്ചാല്, ഒരുപാട് സ്ത്രീകള് ലൈസൻസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടി അറിയോ? എനിക്ക് വണ്ടി അറിയാം, പക്ഷെ എടുക്കലുണ്ടോ? ഇല്ല എന്നുള്ള രീതിയിൽ ഒത്തിരി സ്ത്രീകള് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിക്കാതെ ഇപ്പം നിലവിലുള്ള കുറേ സ്ത്രീകളുണ്ട്. അപ്പം എനിക്ക് അവരോടായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ലൈസൻസ് എടുത്ത് എനിക്ക് വണ്ടി അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് എയിമാക്കി എടുക്കണം. അപ്പം എയിമാക്കി എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വഴക്ക് പറയാതെ, നമ്മളെ എന്താ പറയുക, നമ്മൾ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് കാണിക്കും, ഓഫായി പോവും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മളെ ചീത്ത പറയാത്ത ഒരാൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇരുത്തിയാൽ അവരുടെ ഒരു നമുക്ക് കോൺഫിഡൻ്റ് ഉള്ള ഒരാളായിരിക്കണം കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനും നിങ്ങളിൽ ഓരോരുത്തരെ പോലെയൊക്കെ ആയിരുന്നു. ലൈസൻസ് എടുത്ത് വണ്ടി അറിയാവോ, എനിക്ക് വണ്ടി അറിയാം എന്നുള്ള നിലയിൽ ഞാനും ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ വണ്ടി എയിമാക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷേ ഒരു വിധേനയും ഞാനത് എയിമാക്കാൻ പോയിട്ടുമില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിനും ഞാൻ നിന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഗുണ്ടിൽപേട്ട പോവുക. ഗുണ്ടിൽപേട്ട പോകുന്ന സമയത്ത് ഞാനും കാക്കയും അരുണോടിയാണ് പോകുന്നത്. അപ്പോൾ മുത്തങ്ങ കയറിയിട്ട്, കാക്ക അതേപോലെ നല്ല സപ്പോർട്ടാണ്, ചീത്ത പറയുന്ന ഒരു മനുഷ്യനല്ല. മുത്തങ്ങ കയറിയിട്ട് എന്നോട് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തങ്ങ കയറിയാൽ പിന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കുമല്ലോ. മുത്തങ്ങ കയറിയാൽ നമ്മൾ വാഹനത്തിനെ അല്ല നോക്കേണ്ടത്, ആനനെയും പുലിനെയും ഒക്കെ നോക്കണ്ടേ. പുലി ഉണ്ടാവില്ല കേട്ടോ, തള്ളിയതാണ് കടുവ. അയ്യോ മാങ്ങതാ, നാട്ടുമാങ്ങ. എന്നിട്ട് പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ നിന്നു. അന്ന് എൻ്റെ കാക്കും വലിയ എയിമായി വരുന്നൊരു സമയമാണ്. കാരണം എൻ്റെ കാക്ക ലൈസൻസ് 18 വയസ്സ് പൂർത്തിയായപ്പെടുത്തത്, പക്ഷെ വണ്ടി ഓടിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അരുണ് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് അവിടെ ഇരുന്നു. അങ്ങനെ ഞാനിങ്ങനെ മെല്ലെ പതിയെ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ പാലം ചാടിയാലോ എന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ പാലം ചാടണം ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നതാണ്. ഏതോ ബസ്സുണ്ട്, സമയമില്ലാണ്ട് വരുന്നു. കൃതിക പോടും എനിക്ക് സമയമുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കുത്തിരുന്ന് വണ്ടി ഓടിക്കുന്നതാണ്. പക്ഷെ മൊയന്തയായ ഞാനത് വിശ്വസിച്ചു. എന്ത് സംഭവിച്ചാലും അവൻ അവിടെ കുത്തിയിട്ട് വണ്ടി ഓടിക്കല്ലോ എന്ന്. ആ ഒരൊറ്റ കോൺഫിഡൻ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഇന്നും വണ്ടി ഓടിക്കാൻ. എൻ്റെ പൊന്നാര കൃതികയെ ആഴ്ന്ന് ചാടിക്കയറി എൻ്റെ മുമ്പിൽ വന്ന് ചവിട്ടാനാണോ? അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു എന്നെ ഇന്നൊരു ഡ്രൈവർ, ഹെവി ഡ്രൈവർ വരെ. എന്നൊരു ഞാൻ ഹെവി വെഹിക്കിൾ എടുക്കലില്ലായിരുന്നു. ഇതേപോലെ അരുണ് വണ്ടി എടുത്തോ, ഞാനുണ്ട് ഇവിടെ, എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നോക്കിക്കോളും എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നപ്പോൾ ഭയങ്കര അധികം കോൺഫിഡൻ്റ് ആയിട്ട് നിന്നൊരാളാണ് ഞാൻ. അങ്ങനെ കേട്ടോ, ഞാൻ ഒരു വണ്ടി എടുത്ത് ഒറ്റക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഞാൻ വണ്ടി എടുത്ത് ഒറ്റക്ക് പോകുന്ന സമയത്ത് അതിനേക്കാട്ടും വലിയൊരു കോൺഫിഡൻറ്റ് ഞാൻ പറയട്ടെ, ഞാൻ എല്ലാം ഒട്ടിച്ചിട്ടൊന്നും ഞാൻ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് എൻ്റെ പുറകിൽ അവൻ 2 വീലറുമായിട്ട് വരും. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ഷോർട്ട് ബൈക്ക് കൂടി കയറി ചെറിയൊരു കയറ്റത്തിൽ വണ്ടി ഓഫായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവൻ ബൈക്കുമ്പോൾ നിന്ന് ഇറങ്ങി വന്ന് ഒരു കല്ല് ബാക്കിലെ വീലിന് വെച്ച്. അപ്പോൾ അതും എനിക്കൊരു ധൈര്യമായി. കാരണം ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും വൈക്കൽ നിന്ന് പോയാൽ ഓടി വരാൻ ഒരാളില്ലേ എന്നുള്ളൊരു സമാധാനം, അതൊക്കെയാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ആദ്യം വേണ്ടിയ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻ്റ് എനിക്ക് അങ്ങനെയൊക്കെ കിട്ടി കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റിലേ തൊട്ടിട്ട് വണ്ടി പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്,
ഒറ്റക്കും മാക്സിമം ഈ പിന്നെ സീറ്റ് മുമ്പോട്ടാക്കി ഇടുക. അത് ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ വേണം, നമ്മളെ കൈ നീട്ടി ഈ ഒരു ആംഗിളിൽ വേണം നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ടാവാൻ. അപ്പോൾ സീറ്റ് മാക്സിമം മുമ്പോട്ടാക്കിയിട്ട് മക്കളെ മുമ്പോട്ടാക്കിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുവിധം ലേഡീസൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഓടിക്കുന്ന ഈ ഒരു പരിപാടി, അതൊരിക്കലും ചെയ്യരുത്. 2 കൈ ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും സ്റ്റിയറിംഗ് പിടിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരൊറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കണം. ഈ 2 കൈ കൊണ്ട് ഇങ്ങനെ ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് ഒരു കൈ നമ്മളെപ്പോഴും സ്റ്റിയറിങ്ങിൻ്റെ, അതേപോലെ ഞാനൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്, ഇവിടെ വെച്ച് ഹോണടിക്കും. കണ്ടോ, എനിക്ക് ഈ ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിങ്ങും പിടിക്കും, അതേപോലെ ഹോണും അടിക്കും. അങ്ങനെ ആക്കണം. അതേപോലെ ഇവിടെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഹോണും അടിക്കുക, സ്റ്റിയറിങ് നമുക്ക് ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കൈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലും ഒരു കൈ അതേപോലെ ഗിയറിൻ്റെ മുകളിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ ആവാൻ പറ്റുമെന്ന് ഒരു ലേഡി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരിക. അതുകൊണ്ട് ലൈസൻസ് ഉണ്ടോ, എനിക്കുണ്ട്, വണ്ടി ഓടിക്കലുണ്ടോ, ഇല്ല എന്ന് പറയാതെ കോൺഫിഡൻറ്റോടുകൂടെ ഞാൻ വണ്ടി ഓടിക്കലുണ്ട് എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരണം. അതേപോലെ ലേഡീസാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടാൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ കളിപ്പിക്കാൻ വരും. ഒരിക്കലും വിട്ടു കൊടുക്കരുത്. തട്ടിയ ഇൻഷുറൻസ്, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ലേഡീസാണ് എല്ലൊക്കെ കാണുമ്പോൾക്ക് കളിപ്പിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് മോട്ടിവേഷനായിട്ടൊന്നും എടുക്കണ്ട, ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉൾക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വണ്ടി നമ്മുടെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കണം. കാരണം ഒരു സ്ത്രീക്ക് ആദ്യം അറിയേണ്ട സംഭവം എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ആണ്. എന്നാൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരില്ല. എവിടെ നമുക്ക് പോകണമെങ്കിലും നമുക്ക് തന്നെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്, നമുക്കത് മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അമ്മമാരും മക്കളെ അവർക്ക് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 2 വീലറെങ്കിലും പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. അതവർക്ക് നമ്മൾ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിരിക്കും.